ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ജങ്കുക്കറോട് അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു. അതെ, ഹീറോയിൻ സെക്രട്ടറി. ശരി, എൻ്റെ വൈഫ് ഓർഡർ ചെയ്തിരുന്നു. സാർ, എൻ്റെ ഒരാളും നിങ്ങളെ വൈഫൊക്കെ കൊണ്ടുപോകും സാർ. ശരി, ഓക്കെപ്പാ, അകത്ത് പോയിക്കോന്ന് ജങ്കുക്കൻ അയച്ചു. ജങ്കുക്ക് അകത്ത് വന്നു. എവിടെ ഉള്ളത് മാം? ഇവിടെ സ്വിമ്മിങ് പൂളിലുണ്ട്. സ്വിമ്മിങ് പൂൾ അങ്ങനെ ഫുഡ് വെച്ചു മാം. ഫുഡ് അങ്ങനെ ഒരു ജങ്കുക്ക് വന്നിരുന്നു. ജങ്കുക്ക് നോക്കുമായിരുന്നു. സ്വിമ്മിങ് പൂൾ. ഹീറോയിൻ നല്ല സോഫ്റ്റ് ഇട്ടിട്ട് സ്വിമ്മിങ്ങിൽ നിന്ന് ഇറങ്ങി വന്നു. ജങ്ക് വെച്ച് കിടക്കാതെ നോക്കുക. ഹീറോയിന് ഹോട്ടായിട്ടുണ്ട്. എൻ്റെ ഫുഡ് റെഡിയോ മാം? ശരി, ഓക്കെ. ഹീറോയിൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. ഫുഡ് ക്ലാസ് കൊടുത്തു ജങ്കുക്കിന്. ഡേയ്സ് പോകാൻ തുടങ്ങി. കോളേജ് അങ്ങ് ഇരുന്നായിരുന്നു. എൻ്റെടാ ഭയങ്കര കഷ്ടമാണെന്ത്. എല്ലാവരും കൂടെ ബിസിനസ് മാൻ വരുന്നുണ്ട് കൊടുക്ക് പറഞ്ഞായിരുന്നു. ബിസിനസ്മാൻ വരുന്നുണ്ട് പറഞ്ഞു. ജങ്കുക്ക് പറയാൻ തുടങ്ങി. ബിസിനസ് എന്ന് പറയുക നിങ്ങൾ കോളേജ് വരുന്നുണ്ട്. ജങ്കുക്ക് മിണ്ടാതിരുന്നു. ജങ്കുക്കിന് ഒരു ഗേൾ സെറ്റ് അടിച്ചായിരുന്നു. ജങ്കുക്ക് ആ കുട്ടീന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. മിയ വെച്ച് കണ്ടെടുക്കാൻ ജങ്കുനെ സെറ്റ് അടിക്കുക. ജങ്കുക്ക് പുറകിലേ നടക്കും. ജങ്കുക്ക് കണ്ടുക്കാതിരുന്നു. ഹീറോയി കാർ ഇറങ്ങി വന്നു സ്റ്റേജിൽ. അങ്ങനെ ജങ്കുക്ക് ഫ്രണ്ട് പറയും, മച്ചാ അതാ നോക്കവിടെ എന്ന് പറഞ്ഞു. ജങ്കുക്ക് തന്നെ വോയിസ് കേൾക്കും. ജങ്കുക്ക് മനസ്സിലായി ഇത് ഹീറോയി എന്ന്. ജങ്കുക്ക് നോക്കി, ഫോണിൽ നോക്കിയായിരുന്നു. ജങ്കുക്ക് വെച്ച് കണ്ണടക്കാതെ ജങ്കുക്ക് നോക്കാൻ തുടങ്ങി. ഇത് മിയ ശ്രദ്ധിക്കാൻ തുടങ്ങി. മിയക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. എന്താ എവിടെ സൈറ്റ് അടിക്കുന്നവൻ? ഓക്കെ സ്റ്റുഡൻസ്, ഞാനൊരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ പഠിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളെന്നാൽ പഠിക്കു കൊടുക്കാതെ ഇങ്ങനെയായിട്ട് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് വെച്ച് നടക്കാതെ സൈറ്റ് അടിക്കുമായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. മിയക്ക് ടെൻഷനായിരുന്നു. ജങ്കുക്ക് ഡെലിവറി ആയിരുന്നു. അവിടെ കമ്പനിയിൽ ഫുഡെല്ലാം ഇവിടെ പാർട്ടി ഉണ്ട്. അവിടെ അങ്കിൾ ആൻറ്റി കേക്ക് അതെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഹോട്ടൽ ഓർഡർ ആയിരുന്നു. ഹീറോയിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മെനി ഹാപ്പി ബർത്ത്ഡേ മൈ ഫ്രണ്ട്സസ്. ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഹീറോയിൻ ബർത്ത്ഡേക്ക് വന്നിരുന്നു. നല്ല ബർത്ത്ഡേയിൽ എൻജോയ് ചെയ്തായിരുന്നു ഹീറോയിൻ. ജങ്കുക്ക് നോക്കി. ഹീറോയിനൊക്കെ ജങ്കു ഫ്ലാറ്റായി. ഹാൻസം, ബ്യൂട്ടിഫുൾ. ജങ്കു വെച്ച് കണ്ണടക്കം ജങ്കുക്ക് സൈറ്റ് അടിക്കുമായിരുന്നു. അതെ, ജങ്കുക്ക് മിയ വന്നിരുന്നു. മാഡം, ഹായ് മാഡം, ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ബിസിനസ് സംസാരിക്കുന്നത്. ഇതുകൊണ്ട് മിയക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി. മിയ പറയും, ഇവളാരാ? എടി മോളെ, ഇവളാണ് ഞങ്ങൾക്ക് ബോസ്. മിയക്ക് ഷോക്കായി. എന്ത്, മാഡമാണോ? അതെ മോളെ. മിയ ഭയങ്കര ടെൻഷനായിരുന്നു. മിയക്ക് കൊടുപ്പായിരുന്നു ഹീറോയിനെ കാണുക. ഇവള് ജങ്കുക്ക് കുറേ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മിയ മുറിച്ചായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാം ഗിഫ്റ്റ് അത് വന്നു. മിയ മുറിക്കുമായിരുന്നു മിയ. അപ്പോൾ ഒരാൾ വന്നു. ഹായ് ബേബി എന്ന് പറഞ്ഞു. ഹായ് ഡാ. ഹായ് ഹാക്ക് ചെയ്തു. എന്നാ ഗിഫ്റ്റ് ഡാൻസ് ഡാ എന്ന് പറഞ്ഞു. ജങ്കുക്ക് ജാസാൻ തുടങ്ങി. ബേബി വിളിക്കുക. ഇവനാരാ? അതെ, എന്ത് പറ്റി? ഒന്നുമില്ലാടാ. ജിമ്മിനായിരുന്നു. ജിമ്മിൻ പറയാൻ തുടങ്ങി. നീ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ജിമ്മിൻ എന്നാ കോമഡി പറയുന്ന? അയ്യോ, കോമഡി അല്ലടി പറയുന്ന, എങ്ങനെ കാണാൻ നീ ക്യൂട്ടായിട്ടുണ്ടോ? ജിമ്മിൻ ശരി, ടെൻഷൻ ആവണ്ട. അങ്ങനെ നല്ല ഫോട്ടോഷൂട്ട് കൊടുക്കുമായിരുന്നു. ജിമ്മിൻ വൈന് കൊടുത്തു. ഓക്കെ. അങ്ങനെ ജിമ്മിനാൽ ഇത് കൈ പിടിച്ചതോളം കൈ വെച്ച് സംസാരിച്ചായിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും സംസാരിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോക്ക് ടെൻഷൻ ഏറാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിൻ പറയാൻ തുടങ്ങി. എന്താടി? ഒന്നിലടാ, ടാടാന്ന്. അങ്ങനെ ഹീറോ ഇത് കണ്ട് മിയക്ക് ടെൻഷനാകാൻ തുടങ്ങി. അങ്ങനെ മിയക്ക് ടെൻഷനായി. ഇവർ രണ്ടുപേരും കുടിക്കുന്നതിൽ വൈനെടുത്ത് കൊടുത്താൽ അങ്ങനെ ജിമ്മിന് അവൾക്കറിയൂ. ഇവർ രണ്ടുപേർ ഫ്രണ്ടാണ്. ഇവൾക്ക് ഇതിട്ട് കുടിക്കുന്നതിൽ ഡ്രഗ് കളിക്കൽ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത്. ഇവൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. ഇവളെ പേര് നാറാണു. അതുകൊണ്ട് ഇവൾ ഇതാ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരാളെ വെച്ച് ബേറ്റേഴ്സ് വെച്ച് ഇവൾ ഇതിനെ കളിക്കുന്ന ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവ എന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞിട്ട് ഫുൾ വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു. അവൾക്ക് അറിയില്ലായിരുന്നു. അവളെ ഫോളോ ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു. ഇവളെ എന്ത് ചെയ്യുന്നു നോക്കാൻ പറഞ്ഞു. അതേപോലെ ഫോളോ ചെയ്ത് വീഡിയോ ചെയ്തായിരുന്നു. അവൾക്കൊന്നും നടക്കുന്ന മിസ്സേ അറിയില്ലായിരുന്നു. അവളും എല്ലാം വീഡിയോ എല്ലാം ഇട്ടിട്ട് കൊടുത്തു. അതുമാത്രമല്ല
ജങ്കുക്കും കൊടുത്തു. എന്തുകൊണ്ട് ജങ്കുക്കിന് ഇവള് ക്ലോസ് ആണെന്നും ജങ്കുക്കും കൂൾ ഡ്രിങ്ക്സ് കൊടുത്തു. അങ്ങനെ 2 പേർക്കും കൊടുത്തിരുന്നു. ജങ്കുക്ക് കുടിച്ചിട്ടുമില്ലായിരുന്നു. ജങ്കുക്ക് ചെറിയ കൂൾ ഡ്രിങ്ക്സ് ജങ്കുക്ക് അത് ടച്ചും ചെയ്തില്ലായിരുന്നു. അവൾ കളിക്കുന്നത് ജങ്കുക്ക് കണ്ണ് കണ്ടായിരുന്നു. ഇവളെന്തിനാണ് കളിക്കുന്നത്? കുടിക്കാൻ കാല ജങ്കുക്ക് വെച്ച ഗ്ലാസ് ഈ ലൂസ് അതെടുത്ത് കഴിച്ചു ആ കൂൾ ഡ്രിങ്ക്സ്. അതവൾക്ക് വന്നു. ഹീറോയെ അത് കുറിച്ച് ഹീറോയ്ക്ക് ബോധം തുടങ്ങി. ഒരുമാതിരി നടക്കാൻ തുടങ്ങി. ജങ്കുക്ക് അങ്ങനായിട്ട് ആ പേഴ്സണെ വേറെ ആൾ വിളിച്ചായിരുന്നു ആ വീഡിയോ ചെയ്യുന്നവർ. ശരി ഓക്കെ ഇവിടുന്ന് വയ്യ പോകാൻ അങ്ങനെ വന്ന് നോക്കില്ല. പോയോ? അങ്ങനായിട്ട് ആ പേഴ്സൺ തിരിച്ച് വീട്ടിലൊക്കെ പോയി. അങ്ങനായിട്ട് എന്താ ചെയ്യുക, ആ പേഴ്സണിന് വൈഫ് കോൾ ചെയ്ത് വിളിച്ചതെന്ന് ആ പേഴ്സൺ പോയി. ഇപ്പം ഈ ജങ്കുക്ക് നോക്കി റൂമിൽ അകത്ത് പോകുന്നത്. വേറെ ഒരാൾ ഹീറോയിനെ കണ്ണുണ്ടായിരുന്നു. ആ ചെക്കൻ അവൻ ഫോളോ ചെയ്യുന്നു. ജങ്കുക്ക് മുറിച്ച് അവൻ ഒടിച്ച് പച്ചു. ജങ്കുക്ക് അതെ ഹീറോയിൻ്റെ വീട്ടിലാണ് പാർട്ടിയായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു. ജങ്കുക്ക് അകത്ത് വന്നു. ലോക്ക് ചെയ്ത് ഒരുമാതിരിയാണ് ഹട്ടാണ്. ജങ്കുക്ക് മനസ്സിലായി ഇവളെന്തോ കളിക്ക് കൊടുത്തിട്ടുണ്ട്. ജങ്കുക്ക് ഒരാൾ മെസ്സേജ് അയച്ചു. വീഡിയോ വന്നു ജങ്കുക്ക്. സോറിടാ ഋഷിക്ക്. അങ്ങനെ ജങ്കുക്ക് വീഡിയോ നോക്കിയാ ജങ്കുക്ക് ടെൻഷനാകാൻ തുടങ്ങി. യോ മിയാ ശരി ഇത് വിട്ടാൽ ശരിയാവില്ലടാ. എന്നാൽ ജങ്കുക്ക് ഹീറോയിൻ ഫോഴ്സ് കിസ് ചെയ്യാൻ തുടങ്ങി. കിസ് ചെയ്യാൻ അവർക്ക് 2 പേർക്ക് റൊമാൻസ് നന്നായിട്ട് നടക്കും. ഹീറോയിനും ഏറ്റവും ചെയ്തിരുന്നു ഹീറോ. ഇത് വിട്ടാൽ ശരിയാണ്. ജങ്കുക്ക് ഹീറോയ്ക്ക് എല്ലാം നടന്നു. സോറി ബേബി എന്ത് ചെയ്യാന്നറിയില്ല. എല്ലാം നടന്നു. ഹീറോയിൻ എണിച്ച് നോക്കും. ഷോക്കായി ഹീറോയ്ക്ക്. ആരാ ഹീറോയ്ക്ക് ഷോക്കായി. എന്ത് കണ്ണു തുറന്ന് ഹീറോയ്ക്ക് ഷോക്കായി. ഹീറോയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ജങ്കുക്ക് കണ്ണു തുറന്നു. എവിടെ ഉള്ളത്? ജങ്കുക്കിനെ നോക്കി ഹീറോ മുറയ്ക്കാൻ തുടങ്ങി. നീ അവനല്ലേ? അത് മാം അത് ജങ്കുക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ ജങ്കുക്കിനും ഇട്ടോ ഡ്രസ്സ് പറഞ്ഞു. ജങ്കുക്ക് പറഞ്ഞു എനിക്ക് അങ്ങനെ ജങ്കുക്ക് പറഞ്ഞായിരുന്നു. ജങ്കുക്ക് ശരി ഓക്കെ. ജങ്കുക്ക് ഫോൺ നോക്കി ഷോക്ക് മാറി ആക്ഷൻ തുടങ്ങി. എന്ത് ഇവളാ? എന്താ ജങ്കുക്ക് പറഞ്ഞു. ജങ്കുക്ക് പറയാം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിരുന്നു.